നമസ്കാരം. ഇറാൻ അമേരിക്കയുമായുള്ള യുദ്ധം തുടരുമ്പോഴും അവിടെ വധശിക്ഷകൾ നടപ്പാക്കുന്നതിന് യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണം ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ജനകീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പലരെയും നിരന്തരമായി വധശിക്ഷയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു യുവാവിനെ തൂക്കിക്കൊന്നിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ചെറുപ്പക്കാരനെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഇർഫാൻ കിയാനി എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് ഇയാളെ നേരത്തെ നിയമ നടപടികൾക്ക് വിധേയരാക്കിയത്. കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ സർക്കാർ പറയുന്നത് ഇവർക്കെല്ലാം തന്നെ ഇസ്രായേലുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കാലഘട്ടത്തിൽ ഇസ്രായേലും അമേരിക്കയും എല്ലാം ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ വലിയൊരു സംഘം യുവാക്കളെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ അവർ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു എന്നും ഇവരെല്ലാവരും തന്നെ അങ്ങനെ മൊസാദിൻ്റെ വലയിൽ വീണ് രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്തു എന്നാണ് ഇവരുടെ പേരിലുള്ള കുറ്റം. ആയുധങ്ങൾ കൈവശം വെച്ചു, പെട്രോൾ ബോംബുകൾ ഉണ്ടാക്കി തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് ഇവരുടെ എല്ലാം മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ആയിരക്കണക്കിന് ആളുകളെയാണ് ഇറാനിലെ സൈന്യം കൊന്നുതള്ളിയത്. ഇതുകൂടാതെ അന്ന് പിടികൂടി ജയിലിലെത്തിച്ച പലരെയും പിന്നീട് ഭീകരമായും മർദ്ദിച്ച് അവശരാക്കിയതിന് ശേഷം അവരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതേസമയം വധശിക്ഷകൾ പലപ്പോഴും പരസ്യമായിട്ടാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഇറാനിൽ മറ്റ് രാജ്യങ്ങളിലെ വധശിക്ഷ അപേക്ഷിച്ചൊരു പ്രത്യേകതയുള്ളത് അവിടെ ആളുകളെ തൂക്കുമരത്തിന് പകരം ക്രെയിനിൽ കെട്ടി തൂക്കിയാണ് വധിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം സമയമെടുത്ത് ഇരകളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതാണ് അവരുടെ രീതി. ഇത് കാണുന്നതിനായി ഇയാളുടെ ബന്ധുക്കളെയും അവരുടെ അയൽക്കാരെയും എല്ലാം വിളിച്ചു വരുത്തി അവരുടെ കൺമുന്നിൽ വെച്ചായിരിക്കും ഈ ക്രൂരകൃത്യം അവിടെ ചെയ്യുന്നത്. ഈ ലോകത്ത് ഒരുപക്ഷെ ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. ഇപ്പോൾ യുദ്ധസമയമാണ്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ ആക്രമണം നടത്തി ഒരുപക്ഷെ ഇറാൻ്റെ നിയന്ത്രണം പോലെ നാളെ ഏറ്റെടുത്താൽ ഇവരാരും രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ചെറുപ്പക്കാരെയാണ് ഇവർ കൊന്നുകൊള്ളുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആഗോള വ്യാപകമായി നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ രംഗത്തെത്തിയെങ്കിലും ഇറാൻ അതൊന്നും തന്നെ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല. എന്നല്ല, ഇവരെല്ലാവരും രാജ്യദ്രോഹം കുറ്റം ചെയ്ത ആളുകളാണ് എന്നാണ് ഇറാൻ സർക്കാർ ആരോപിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ജനുവരിയിൽ പ്രക്ഷോഭം ആരംഭിച്ച സമയത്ത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ ജനങ്ങളോട് പറഞ്ഞത്, ഈ ഭരണകൂടത്തെ പുറത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രക്ഷോഭം നടത്തുക, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകും, ആവശ്യമില്ലാതെ ജനങ്ങളെ വധിക്കുകയാണെങ്കിൽ, നിരപരാധികളെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഈ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട യുവജനങ്ങളിൽ പലരും കൊല്ലപ്പെട്ടതല്ലാതെ അമേരിക്ക പിന്നീട് ഇതിൽ നിന്ന് സാവധാനം പിൻവാങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഇറാനിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി അവിടെ ഉടലെടുത്തതും തുടർന്ന് വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടായതും. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഈ തക്കം നോക്കി ഇറാനെ ആക്രമിച്ചതും. പക്ഷേ ഈ വധശിക്ഷകൾ ഇത്തരത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തുടരുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് മനുഷ്യാവകാശ സംഘടനകൾ. അമേരിക്ക ഇറാനിൽ ആരംഭിച്ച യുദ്ധത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ വധശിക്ഷകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം മാത്രം ഏതാണ്ട് 9ഓളം പേരെ പരസ്യമായി ഇത്തരത്തിൽ ഇറാനിൽ തൂക്കി കൊന്നിട്ടുണ്ട്. ഇനിയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിരവധി പേരെ ഇവർ ജയിലുകളിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കാനാണ് ഇറാനിലെ മത ഭരണകൂടത്തിൻ്റെ നീക്കം എന്നാണ് പറയപ്പെടുന്നത്. ഇറാനിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അവരുടെ സൈനിക വിഭാഗമാണ്. അവർ തന്നെയാണ് ഒരുപക്ഷേ ഈ ജഡ്ജിമാരെ എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ട് ആരെ പിടിച്ചുകൊണ്ട് വന്നാലും അവർക്കെല്ലാം വധശിക്ഷ വിധിക്കുന്ന തരത്തിലേക്ക് ഇറാനിലെ മുഴുവൻ സംവിധാനങ്ങളെയും മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നല്ലൊരു ശതമാനം പേരും ഒരുപക്ഷെ കുറേ പേരെങ്കിലും ഇതിനോടകം കൊല്ലപ്പെട്ട് കാണുമായിരിക്കും. മറ്റുള്ളവരെ എത്രയും വേഗം വധിക്കാൻ തന്നെയാണ് ഇറാൻ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് അവിടെ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. പരമാവധി ചെറുപ്പക്കാരെ തന്നെ കണ്ടെത്തി അവരെ വധിച്ചു കളയുക എന്നുള്ളതാണ് ഇറാനിലെ മതഭരണകൂടം ഇപ്പോൾ നടക്കുന്ന ഈ തുടർ പരമ്പരകളിലൂടെ ലക്ഷ്യമിടുന്നത്.